ഹലോ എവരി വൺ, നമ്മളുടെ ബട്ടർ കുക്കി ബേക്കിംഗ് വീഡിയോയ്ക്ക് 92K വ്യൂസായി. അതിൻ്റെ സന്തോഷത്തിൽ നമുക്കൊരു ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ഉണ്ടാക്കാം. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് സോൾട്ടഡ് ബട്ടർ, പിന്നെ ബ്രൗൺ ഷുഗറും നോർമൽ ഷുഗറും. ഇത് മൂന്നും കൂടെ നല്ലപോലെ ബീറ്റ് ചെയ്യണം. എൻ്റെ കയ്യിൽ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യണേ. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ ആയാലും മതി. അതിലേക്ക് കുറച്ച് വാനില എക്സ്ട്രാക്റ്റും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പാല്. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ആവാൻ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ മിക്സ് ചെയ്യുമ്പം സെയിം ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ അതിലേക്ക് 1 കപ്പ് മൈദ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്യുക. അധികം മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്നെല്ലാം കൂടെ കൂടുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്യാം. ഇത് സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ബേക്കറികളിലൊക്കെ കിട്ടും. ഇതല്ലാതെ വേറൊരു ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് ചിപ്സും കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആവാന്ന്. പക്ഷേ ഇതാ എനിക്ക് കിട്ടിയുള്ളൂ. പിന്നെ ഒരു ബേക്കിംഗ് ട്രേക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ അത് ഓരോന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പാക്കി വെക്കുക. അധികം കട്ടി കുറയരുത്. കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രിസ്പി ആയി പോവും. അങ്ങനെ ഉരുട്ടി ഒരു ഷേപ്പാക്കി ഒരു 12 എണ്ണം ഒരു ട്രെയിൽ കൊള്ളണ പോലെ വെച്ചു. അടുപ്പിച്ച് വെക്കാണ്ടിരിക്കുക. അടുപ്പിച്ച് വയ്ക്കുമ്പോൾ അത് ഒരുമിച്ച് പോവും. ബേക്ക് ചെയ്ത് വരുമ്പോൾ വലുതാവുമല്ലോ. ഒരു 175 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് നമ്മുടെ കുക്കീസൊക്കെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മൈദ ആഡ് ചെയ്യണതിൻ്റെ കൂടെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ ആഡ് ചെയ്യണം. അത് ഞാൻ പറയാൻ വിട്ടുപോയേ. അപ്പോൾ ഇതാണ് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.